ബി.ജെ.പിയിൽ ചേരാൻ താൻ ഗൂഢാലോചന നടത്തിയെന്ന കള്ളപ്രചാരവേല നടത്തി പാർട്ടിയെയും വ്യക്തിപരമായി തന്നെയും കരിവാരിത്തേക്കാൻ ശ്രമിച്ച ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ, കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ സി.പി.എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ.ഡി.എഫ് കൺവീനറുമായ ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം, അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് എം. രാജഗോപാലൻ നായർ മുഖേന നോട്ടീസ് അയച്ചത്. 1 വർഷം മുമ്പത്തെ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രചരിപ്പിച്ചതിന് രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തമാണെന്നും നോട്ടീസിൽ പറയുന്നു. ബി.ജെ.പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലിയുള്ള വിവാദം യു.ഡി.എഫും മാധ്യമങ്ങളും ചേർന്ന് സംഘടിപ്പിച്ചതാണെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ജാവ്ദേക്കറെ കണ്ടത് താൻ തുറന്നു സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ബി.ജെ.പിയിൽ ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചന നൽകിയതിന് പിന്നാലെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ നിന്നാണ് ബി.ജെ.പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ ചൊല്ലിയുണ്ടായ കോലാഹലങ്ങൾ ഉടലെടുത്തതെന്ന് ജയരാജൻ തറപ്പിച്ചു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരോട് തികഞ്ഞ വിദ്വേഷമുള്ള ആരോ നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് മുഴുവൻ പ്രശ്നവും. വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചതിലൂടെ തന്നെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും കൂടെയാണ് അധിക്ഷേപിച്ചത്. ഇത്തരം ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം വന്നു കണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ നുണപ്രചാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ.പി. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യാനാകാത്തതാണ്. 1995 ഏപ്രിൽ 2 ബി.ജെ.പിക്കാരാണ് ട്രെയിനിൽ വെച്ച് ഇ.പിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള നേതാവിനെതിരെ അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തം.